കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ കോട്ടയം സ്വദേശികളായ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ്, എത്തിത്താനം സ്വദേശി ശ്രീഹരി, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എന്നിവരാണ് മരിച്ചത്. ജീവിതം കെട്ടിപ്പടുക്കുന്നതിനിടെയുണ്ടായ യുവാക്കളുടെ വേർപാട് നാടിനെ ഒന്നാകെ വേദനയിലാഴ്ത്തി. അർബുദ രോഗിയായ സ്റ്റെഫിന്റെ പിതാവിനും മാതാവിനും മരണവാർത്ത ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ടില്ല. വർഷങ്ങൾ നീണ്ട വാടക വീട്ടിലെ ജീവിതത്തിന് അറുതി വരുത്താൻ പുതിയ വീടിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ഓഗസ്റ്റിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാനും വിവാഹം ആലോചിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എഞ്ചിനീയറായിരുന്ന സ്റ്റെഫിൻ. എല്ലാം വിഫലമായി. അത് വളരെ മനസ്സിന് ഭയങ്കര പ്രയാസമാണ്. എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. 13 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. 3 പിള്ളേരാണ്. ഏറ്റവും നല്ല പിള്ളേരായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. അതുപോലെ എല്ലാ ആക്ടിവിറ്റിയിലും ഭയങ്കര മിടുക്കനായിരുന്നു. വരുന്ന മാസം വരാനായിട്ടിരിക്കുക. ഓഗസ്റ്റിൽ കയറി താമസം വരാനായിട്ടിരിക്കുകയായിരുന്നു. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. എൻ്റെ അനിയനോടെ തന്നെ ഉണ്ടായിരുന്നു. ഏറെ ശ്രമത്തിനൊടുവിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറായ ഇത്തിത്താനം സ്വദേശി ശ്രീഹരിക്ക് കുവൈറ്റിലേക്ക് പോകാൻ അവസരം ലഭിച്ചത്. കുവൈറ്റിലെത്തി ഒരാഴ്ച തികയും മുമ്പേ എത്തിയത് ദുരന്ത വാർത്ത. ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഇവിടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുന്നത്. പുലർച്ചെ നടന്നൊരു സംഭവമാണ്. അതിൻ്റെ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വരുന്നതുകൊണ്ട് അച്ഛൻ അത് പതുക്കെ വീട്ടിലോട്ട് ധരിപ്പിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഉച്ചയോട് കൂടി അറിയിച്ചത്. അതിനുശേഷം ഇവിടുന്ന് ബന്ധപ്പെടാവുന്ന മേഖലകളിലെല്ലാം ബന്ധപ്പെടുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ സുഹൃത്തുക്കൾ വഴിയും മറ്റ് സംവിധാനങ്ങൾ വഴിയൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നു. ഏതായാലും ഇന്ന് വെളുപ്പിനെ 2:30 കൂടിയാണ് സംഭവം സ്ഥിരീകരിക്കപ്പെട്ടത്. കുവൈറ്റിൽ അക്കൗണ്ടന്റായിരുന്നു പായിപ്പാട് പാലത്തിങ്കൽ ഷിബു വർഗീസ്. 38 വയസ്സായിരുന്നു. നിറമാർന്ന സ്വപ്നങ്ങളുമായി കടൽ കടന്നവർ എല്ലാം പാതിവഴിയിൽ അവസാനിപ്പിച്ച് മടങ്ങുന്നു. ജനം, കോട്ടയം.